അങ്ങനെ ഇപ്പോൾ നമുക്ക് അവെഞ്ചേഴ്സ് ഇൻഫിനിറ്റി ഗൗണ്ടിലെറ്റ് എന്ന കോമിക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇതിനു മുമ്പുള്ള പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മിസ് മാർവലും സ്പൈഡർമാനും വോൾവറിനും ഹൾക്കും പിന്നെ നമ്മുടെ ഡോക്ടർ ഡൂമും കൂടി ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനായി സ്പേസിലേക്ക് മറ്റേ ഏസ് എന്ന ആളുടെ സ്റ്റാർ റിഗ് എന്ന സ്പേസിൽ ഓടിക്കാൻ സാധിക്കുന്ന ട്രക്കിൽ കയറി ഇപ്പോൾ സ്പേസിലേക്ക് പോകുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവരെല്ലാം ആ ട്രക്കിനുള്ളിൽ കയറിയതും അപ്പോൾ തന്നെ വണ്ടി ഓടിക്കുന്ന ഏസിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിലിരുന്ന് മാപ്പ് നോക്കി ഏസിന് വഴി പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് താനാണെന്നും പറഞ്ഞ് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ തുടങ്ങുകയാണ്. പക്ഷേ ആ വഴക്കിടലിൻ്റെ അവസാനം നമ്മുടെ ഹൾക്ക് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ട് ഏസിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ പോയി ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും ഇപ്പോൾ സ്പേസിലേക്ക് യാത്ര തിരിക്കുകയാണ്. പക്ഷേ സ്പേസിലൂടെ പോകുന്ന ആ സമയത്തും അവരെല്ലാവരും ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞ് ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുകയും വഴക്കിടുകയും ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഇപ്പോൾ ആ ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കെ ഇപ്പോൾ അവരുടെ ആ ട്രക്ക് ക്രീ എന്ന ഏലിയൻസിൻ്റെയും പിന്നെ സ്ക്രൾസ് എന്ന ഏലിയൻസിൻ്റെയും ഷിപ്പുകളുടെ നടുവിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ തന്നെ ഏസ് തൻ്റെ തലയ്ക്കുള്ളിൽ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ടെന്നും അത് കാരണം ആ ഷിപ്പുകളിൽ നിന്ന് പുറത്തു വരുന്ന സിഗ്നലുകൾ അഥവാ ഏലിയൻസ് സംസാരിക്കുന്നത് ചെറുതായിട്ടാണെങ്കിലും തനിക്ക് കേൾക്കാമെന്നും ഇപ്പോൾ ക്രീ എന്ന ഏലിയൻസും സ്ക്രൾസ് എന്ന ഏലിയൻസും എന്തോ ചില കാരണങ്ങളാൽ പരസ്പരം ഫൈറ്റ് ചെയ്യുവാൻ പോവുകയാണെന്ന് അവരുടെ ഷിപ്പുകളിൽ നിന്ന് പുറത്തു വരുന്ന സിഗ്നലുകൾ വഴി തനിക്ക് മനസ്സിലായെന്ന് ഏസ് ബാക്കിയുള്ളവരോട് പറഞ്ഞതും അപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം ഈ രണ്ട് ഏലിയൻസിൻ്റെയും കൂടെയുള്ള ആളുകളും ഭൂമിയിലുള്ളവരെ പോലെ മാഞ്ഞു പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് ആ മാഞ്ഞു പോയതിൻ്റെ പിന്നിലുള്ള കാരണക്കാർ സ്ക്രൾസ് എന്ന ഏലിയൻസ് ആണെന്ന് ക്രീയും അതുപോലെ മാഞ്ഞു പോകലിൻ്റെ പിന്നിൽ ക്രീ എന്ന ഏലിയൻസ് ആയിരിക്കുമെന്ന് സ്ക്രൾസും വിചാരിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഡോക്ടർ ഡൂം മറ്റുള്ളവരോട് പറയുകയാണ്. അപ്പോൾ തന്നെ ഏസ് ഡോക്ടർ ഡൂം പറഞ്ഞത് ശരിയാണെന്നും ആ മാഞ്ഞു പോകലിനെ പറ്റി അവർ സംസാരിക്കുന്നത് തനിക്ക് കേൾക്കാമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇപ്പോൾ ക്രീ എന്ന ഏലിയൻസും പിന്നെ സ്ക്രൾസ് എന്ന ഏലിയൻസും ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെല്ലാം ഒഴിവാക്കിയെന്നും അവരിപ്പോൾ ഈ മാഞ്ഞു പോകലിൻ്റെ പിന്നിൽ നമ്മളാണെന്നാണ് സംശയിക്കുന്നതെന്നും അവരിപ്പോൾ ഒന്നിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതെയാക്കുവാൻ തീരുമാനിച്ചതുകൊണ്ടാണ് പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതെല്ലാം നിർത്തിയതെന്ന് ഏസ് മറ്റുള്ളവരോട് പറയുകയാണ്. അന്നേരം തന്നെ എങ്കിൽ ഒന്നും നോക്കണ്ട, ഇവിടുന്ന് വേഗം ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകുവാൻ മിസ് മാർവൽ ഏസിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ വളരെ വേഗത്തിൽ ആ ക്രീയുടെയും സ്ക്രോൾസിൻ്റെയും അടുത്ത് നിന്ന് ഏസ് മിസ് മാർവലിനെയും ബാക്കിയുള്ളവരെയും കൊണ്ട് ആ ട്രക്ക് ഓടിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ്. പക്ഷേ ഇപ്പോൾ ആ ഏലിയൻസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും പെട്ടെന്ന് ആ ട്രക്കിലെ ഇന്ധനം തീരുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ മിസ് മാർവലും സ്പൈഡർമാനും ഇനി എന്ത് ചെയ്യുമെന്ന് ഏസിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ഏസ് ആരും പേടിക്കണ്ടായെന്നും ഇവിടെ അടുത്ത് സ്റ്റാർ സ്റ്റോപ്പ് എന്ന് പേരുള്ള ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടെന്നും അവിടെ പോയി നമുക്ക് ട്രക്കിൽ ഇന്ധനം നിറയ്ക്കുകയും പിന്നെ ആഹാരം കഴിക്കാമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് ഏസ് വേഗം അവരെല്ലാം കൊണ്ട് ആ ഗ്യാസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ആ ഗ്യാസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ട് പോകുന്നത് ഏസിൻ്റെ പരിചയക്കാരായ ആനി എന്ന് പറഞ്ഞ ഒരു അമ്മൂമ്മയും പിന്നെ വില്ലി എന്ന് പറഞ്ഞ ഒരു അപ്പൂപ്പനുമാണ്. അവർക്ക് രണ്ടു പേർക്കും ഏസിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വരെ ഏസിനെ കാണാത്തത് കൊണ്ട് ആനി എന്ന് പറഞ്ഞ അമ്മൂമ്മ ഏസിനെ ഭയങ്കര സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പിന്നീട് ഭയങ്കര ദേഷ്യത്തിൽ ഏസിൻ്റെ തലമണ്ടയ്ക്കിട്ട് ഒരു അടി കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഏസ് നടന്ന കാര്യങ്ങളെല്ലാം ആനിയോടും വില്ലിയോടും പറയുകയാണ്. അന്നേരം തന്നെ ഭയങ്കര സ്നേഹത്തിൽ ഏസിനോടും പിന്നെ ഏസിൻ്റെ കൂടെ വന്നിരിക്കുന്ന മിസ് മാർവലിനെയും ബാക്കിയുള്ളവരെയും ആ ഗ്യാസ് സ്റ്റേഷനിൽ ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കുവാൻ ആനിയും വില്ലിയും വിളിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്പൈഡർമാൻ വേഗം ഭക്ഷണം കഴിക്കുവാനായി അവിടെയുള്ള ഒരു കസാരയിൽ കയറിയിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ ആ ഗ്യാസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ഏസിൻ്റെ ശത്രുക്കളായ ബാരൻ വോൺ സെപ്പാലിയൻ എന്ന ഒരു സ്പേസ് പൈററ്റും അയാളുടെ ആളുകളും ഏസിനെ പിടികൂടുവാനായി ആ ഗ്യാസ് സ്റ്റേഷൻ്റെ പുറത്ത് അവരുടെ ഷിപ്പുകളിൽ വരികയാണ്. ആ ബാരൻ വോൺ എന്ന പൈററ്റ് ആദ്യം അയാളുടെ ആളുകളിൽ കുറേ പേരെ ആ ഗ്യാസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഏസിനെ പിടിക്കുവാനായി അയക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം അവിടെ വന്ന പൈററ്റ്സിനോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണ്. ഇതേ സമയം ഗ്യാസ് സ്റ്റേഷനിലുള്ളവരെല്ലാം രക്ഷിക്കുവാനായി ഏസും ബാക്കിയുള്ളവരും ബാരൻ വോൺ എന്ന പൈററ്റിൻ്റെ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറി ബാരൻ വോണിനെ അടിച്ചു വീഴ്ത്തുവാൻ തീരുമാനിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഏസിന് അവൻ്റെ തലയ്ക്കുള്ളിലുള്ള മറ്റേ മെറ്റൽ പ്ലേറ്റിൻ്റെ പവർ ഉപയോഗിച്ച് എവിടെ നിന്നുകൊണ്ടും തൻ്റെ ട്രക്കിനെ ഒരു റിമോട്ട് കൺട്രോൾ പോലെ ഓടിക്കുവാൻ ഏസിന് സാധിക്കും. അങ്ങനെ ഇപ്പോൾ ഏസ് ആ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് തൻ്റെ ട്രക്കിനെ സ്വയം നിയന്ത്രിച്ച് മറ്റേ ബാരൻ വോണിനും അവൻ്റെ ആളുകൾക്കും അവരുടെ ഷിപ്പിൽ നിന്നുകൊണ്ട് കാണുവാൻ സാധിക്കുന്ന രീതിയിൽ തൻ്റെ ട്രക്കിനെ അവിടെ ഇട്ട് ചുമ്മാ ഓടിക്കുകയാണ്. ഇപ്പോൾ ഏസ് ആ ട്രക്കിൻ്റെ ഉള്ളിൽ കയറി ഈ ട്രക്ക് ഓടിച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുവാൻ നോക്കുകയാണെന്ന് വിചാരിച്ച്
ബരൻ വോൺ എന്ന പൈററ്റ് വേഗം ആ ഗ്യാസ് സ്റ്റേഷനിലേക്ക് തൻ്റെ ആളുകളെ വിടുന്നതെല്ലാം നിർത്തിയിട്ട് തൻ്റെ ആളുകളെല്ലാം ഉപയോഗിച്ച് ആ ട്രക്കിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുവാൻ ബരൻ വോൺ നോക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ബരൻ വോണ് അവൻ്റെ ആളുകളെ ഗ്യാസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വിടുന്നത് നിർത്തിയതും അന്നേരം തന്നെ ആ ഗ്യാസ് സ്റ്റേഷനിലുള്ളവരെയും നമ്മുടെ ഏസിനെയും ആ ബരൻ വോണിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാനായി നമ്മുടെ മിസ് മാർവൽ, സ്പൈഡർമാൻ, വോൾവറിൻ, പിന്നെ നമ്മുടെ ഹൾക്ക് എന്നിവർ ആ ബരൻ വോൺ എന്ന പൈററ്റിൻ്റെ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി ആ ബരൻ വോണിനോടും പിന്നെ അവൻ്റെ ആളുകളോടും ഫൈറ്റ് ചെയ്യുവാനായി പോവുകയാണ്.